Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മണ്ടൂരിൽ നടന്നു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. മാരക ലഹരിമരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമായി ദമ്പതികളടക്കം 3 പേരെ പോലീസ് പിടികൂടി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. പയ്യന്നൂരിൽ UDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ ഈ സർക്കാരിനെ താഴെയിറക്കാൻ മുന്നോട്ട് വരുമെന്ന് MK രാഘവൻ MP. പയ്യന്നൂർ മണ്ഡലത്തിൽ സമാധാനപരമായ വോട്ടെടുപ്പ് നടത്താൻ റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു ചേർത്ത സ്ഥാനാർത്ഥികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജനറൽ ഒബ്സർവർ സത്നം സിംഗ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മണ്ടൂരിൽ നടന്നു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം മണ്ടൂരിൽ നടന്നു. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അല്ലേ? ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നുള്ള പോഷകാംശ ശരീരം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രഭാത സമയത്ത് എന്തൊക്കെയായി പറയുന്നത്, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്നും പലതും ഉള്ളിലേക്ക് സ്വീകരിക്കുകയും പ്രകൃതിക്ക് നമ്മൾ ചിലത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതാണ് കാർബൺ സൈക്കിൾ. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേരളത്തിന്റെ ഗീബൽസായി അധപതിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന നുണകൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളുമെന്നും 3ാം വട്ടവും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നും MA ബേബി പറഞ്ഞു. ആദ്യം മോദി സർക്കാർ അധികാരത്തിലെത്താൻ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ ക്യാപ്സ്യൂൾ തയ്യാറാക്കിയ സംഘത്തിലെ കനകോലു ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെ നുണ പറയാൻ പഠിപ്പിക്കുന്ന സംഘത്തിന്റെ നേതാവായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. സുകന്യ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി M. വിജിൻ, LDF നേതാക്കളായ TV രാജേഷ്, VK സുരേഷ് ബാബു, K. പത്മനാഭൻ, C. സത്യബാലൻ, P. ഗോവിന്ദൻ, M. ശ്രീധരൻ, R. അജിത, EP. ബാലൻ, PP. ദാമോദരൻ, IV. ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. പയ്യന്നൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. മാരക ലഹരിമരുന്നായ MDMAയും ഹാഷിഷ് ഓയിലുമായി ദമ്പതികളടക്കം 3 പേരെ പോലീസ് പിടികൂടി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂർദീൻ, നാദിറിന്റെ ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഇവരെ പോലീസ് തടഞ്ഞത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന KL 19H9777 മഹീന്ദ്ര KUV 100 കാറിൽ നടത്തിയ പരിശോധനയിൽ 41.140 ഗ്രാം MDയും 241 മില്ലി ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. കാറിന്റെ ഡിക്കിയിൽ ഒരു ബിഗ് ചോപ്പറിനുള്ളിൽ ബാഗിൽ പൊതിഞ്ഞുവെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. മംഗലാപുരത്തു നിന്നും കണ്ണൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു ഈ ലഹരി മരുന്നുകൾ. പോലീസിനെ വെട്ടിക്കാൻ നിയമവിരുദ്ധമായ രീതിയിൽ മോഡിഫൈ ചെയ്ത കാറിലായിരുന്നു ലഹരിമരുന്ന് കടത്ത്.
കണ്ണൂർ റൂറൽ SP-യുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കും. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ നാശനഷ്ടം. തൃക്കരിപ്പൂരിലാണ് ഇടിമിന്നലിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ചുമർ പൊട്ടി തകർന്നത്. ആളപായമില്ല. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ തൃക്കരിപ്പൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ചുമർ പൊട്ടിത്തെറിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 6:30യോടെയാണ് അപകടം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിലാണ് ശനിയാഴ്ച വൈകുന്നേരം ഇടിമിന്നലേറ്റത്. ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള സ്കൂളായതിനാൽ മിന്നൽ പിണർക്കണ്ട് ആളുകൾ പകച്ചു നിൽക്കുന്ന സെക്കൻഡുകൾക്കകം കെട്ടിടത്തിന്റെ മൂലയിലുള്ള കല്ലുകളും ഓടുകളും സിമന്റ് തേപ്പും ചിതറിത്തെറിക്കുകയായിരുന്നു. ആളപായമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ UDF മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ ഈ സർക്കാരിനെ താഴെയിറക്കാൻ മുന്നോട്ട് വരുമെന്നും MK രാഘവൻ MP പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും ജനങ്ങളാകെ ഈ സർക്കാരിനെ താഴെയിറക്കാൻ മുന്നോട്ട് വരുമെന്നും MK രാഘവൻ MP പറഞ്ഞു. പയ്യന്നൂരിൽ UDF മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി ഫണ്ട് പോലും തിരുമല നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആർക്കും സഹിക്കാവുന്ന കാര്യമല്ല. അതെല്ലാം തുറന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ ആലോചിക്കണം ശ്രീ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇവിടെ അഴിമതിക്കാരനെ പുറത്താക്കാൻ പാർട്ടി കഴിയുന്നില്ല. മറിച്ച് അഴിമതി ചൂണ്ടിക്കാണിച്ചവരെ പുറത്താക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് പുത്തൻ മുതലാളിത്ത സംസ്കാരം കൊണ്ടു നടക്കുന്നത് CPM-ലെ നേതാക്കളാണെന്ന് തുറന്നു പറയേണ്ടി വരും. അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് നീതി കിട്ടില്ല ബോധ്യം വന്നുകൊണ്ടാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായി നിങ്ങൾ കാണണം. UDF പിന്തുണ നൽകുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ മുഴുവൻ UDF പ്രവർത്തകരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. MMR AP നാരായണൻ, SA ഷുക്കൂർ ഹാജി, P. ലളിത ടീച്ചർ, K. ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VK ഷാഫി, KK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M. വിജിൻ വോട്ട് അഭ്യർത്ഥിച്ച് പൂരോത്സവം നടക്കുന്ന മാടായിക്കാവിലെത്തി. അതിരാവിലെ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങിലും പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ M. വിജിൻ മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം എഴുന്നള്ളത്ത് ചടങ്ങ് കണ്ട് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങളോട് വോട്ട് അഭ്യർത്ഥനയും നടത്തി. മാടായിക്കാവിലേക്കുള്ള റോഡ് ഉൾപ്പെടെ കഴിഞ്ഞ കാലയളവിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ വീണ്ടും വിജയിക്കുകയാണെങ്കിൽ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പദ്ധതികൾ നടപ്പിലാക്കാനാണ് ആഗ്രഹമെന്ന് M. വിജിൻ പറഞ്ഞു. പ്രചരണം ഇപ്പോൾ 1ാം ഘട്ടം പൂർണ്ണമായും പൂർത്തീകരിച്ചു. സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ പ്രധാന സ്ഥാപനങ്ങളും വ്യക്തികളെയും കാണുകയും ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ മാടായിക്കാവിൽ നമ്മുടെ പൂരമഹോത്സവത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളിലാണ് ഇന്ന് പരിപാടികൾ തുടങ്ങുന്നത്. നമ്മുടെ റോഡ് നേരത്തെ മാടായിക്കാവിന് MLAയുടെ ആസ്തിവികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുത്തതാണ്. അതിൻ്റെ 1ാം ഘട്ടവും അതിനിടയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷകരമായ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് ജനങ്ങളും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പങ്കുവെക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാശിയേറിയ മത്സരം നടക്കുന്ന കല്യാശ്ശേരി മണ്ഡലത്തിൽ 2ാം ഘട്ട പ്രചരണത്തിൽ സജീവമാണ് LDF സ്ഥാനാർത്ഥി. ശനിയാഴ്ച ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലത്തിൽ സമാധാനപരമായ വോട്ടെടുപ്പ് നടത്താൻ റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു ചേർത്ത സ്ഥാനാർത്ഥികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജനറൽ ഒബ്സർവർ സത്നം സിംഗ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലത്തിൽ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്തുന്നതിനാണ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തത്.
ഒബ്സർവർമാർ സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വോട്ടെടുപ്പ് സമാധാനപരമായി നടത്താൻ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി യോഗത്തിൽ പങ്കെടുത്തവർ വോട്ടെടുപ്പ് പൂർണ്ണമായും സമാധാനപരമായി നടത്താൻ പൂർണ്ണ പിന്തുണ അറിയിച്ചു. ജനറൽ ഒബ്സർവർ സത്നം സിംഗ് യോഗം ഉദ്ഘാടനം ചെയ്തു. Very important for everyone to understand that we are here in Kerala, in Kannur, on behalf of Election Commission of India. We are here to assist the district election officer, the returning officers, all the police officers, starting from district police chief to the SDPO to SHO, to assist them in conducting a free, fair and transparent election. Police Observer Ten Singh, Expenditure Observer T. Swapna, Returning Officer Deputy Collector K. Balagopalan, Assistant Returning Officer Tahsildar G. Suresh Babu എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തങ്ങളെ ബന്ധപ്പെടാമെന്ന് ഒബ്സർവർമാർ അറിയിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൽ 1979 ഹോം വോട്ടർമാരുണ്ട്. ഇതിൽ 85 വയസ്സ് പിന്നിട്ടവർ 1293 പേരും ഭിന്നശേഷിക്കാർ 686 പേരുമുണ്ട്. 30 രാവിലെ ഹോം വോട്ടിംഗ് തുടങ്ങും. 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന ഏകദേശ സമയം BLOമാർ അറിയിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമിട്ട് കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ. ഇത്തവണ കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് AV സനിൽ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. പട്ടുവം, മംഗലശ്ശേരി, മുറിയാത്തോട്, പറപ്പുൽ, ചെറുകുന്ന്, കല്യാശ്ശേരി മേഖലകളിൽ പര്യടനം പൂർത്തിയാക്കി. കേരളത്തിൽ നടക്കുന്നത് ഇടത് ദുർഭരണമാണെന്നും ഇതിനെതിരായുള്ള ജനവിധിയാണ് ഉണ്ടാകുക എന്നും AV സനിൽ പറഞ്ഞു. ആദ്യഘട്ട പ്രചരണം ഇന്ന് പൂർത്തിയാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വന്ന ദിവസങ്ങളിലൊക്കെ പ്രചരണം ആരംഭിച്ച് കല്യാശ്ശേരിയുടെ വിവിധ പഞ്ചായത്തുകൾ, 10 പഞ്ചായത്തുകളിൽ അവസാനം കല്യാശ്ശേരിയിൽ ആദ്യ പ്രചരണത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ പ്രചരണത്തിൽ നല്ല പോസിറ്റീവാണ്. കല്യാശ്ശേരിയിലെ ജനത ഇത്തവണ വികസനത്തിനായി ഒരു വോട്ട് അവർ ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി മികച്ച വിജയം കരസ്ഥമാക്കുമെന്നാണ്. NDA സ്ഥാനാർത്ഥി AV സനിലിനൊപ്പം KT മുരളി, KV ജഗദീശൻ, ഷാജി പട്ടുവം, CK വിജേഷ്, TP ഗംഗാധരൻ, വിനു പട്ടുവം എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി AP ഗംഗാധരന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മാർജി മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. NDA സ്ഥാനാർത്ഥി AP ഗംഗാധരന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ സമസ്ത മേഖലകളിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. പയ്യന്നൂർ മണ്ഡലത്തിന്റെ കേന്ദ്രമായ പയ്യന്നൂർ പട്ടണത്തിന്റെ അടിസ്ഥാന വികസനം, പയ്യന്നൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനം, കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കുള്ള പദ്ധതികൾ, ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയിലെ പുതിയ കാഴ്ചപ്പാടുകൾ, തൊഴിൽ മേഖലയിലെ വികസന കാഴ്ചപ്പാട് തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് പ്രകടന പത്രിക. മാരാർജി മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ NDA ചെയർമാൻ CK രമേശൻ മാസ്റ്റർ, സ്ഥാനാർത്ഥി AP ഗംഗാധരൻ, പനക്കീൽ ബാലകൃഷ്ണൻ, MP രവീന്ദ്രൻ, K സുനിൽകുമാർ, ധനേഷ് കണിയാങ്കുന്നിൽ, സ്വരാജ്, സുധ സോമകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം ബേബി കൃഷിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഓണറേറിയമില്ല. 35-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണപുരത്താണ്. കണ്ണപുരത്ത് ബേബി കൃഷി എന്ന് പറയുന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ചൊരു സ്ഥാപനമായിരുന്നു. ഇപ്പോഴും ഇവിടെ 35-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അധ്യാപകരുടെ അവസ്ഥ ഏറെ വിഷമകരമാണ്. കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് സേവനം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ടീച്ചർ അല്ലേ, പേരെന്താ? തങ്കമണി. എത്ര വർഷമായി തങ്കമണി ജോലി ചെയ്യുന്നത്? ഞാൻ 29 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. 29 വർഷമായിട്ട്. എങ്ങനെയായിരുന്നു ശമ്പളവും കാര്യങ്ങളൊക്കെ? ഓണറേറിയാന്ന്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 300 രൂപയും 500 രൂപയായിരുന്നു. അന്നേരം ഞാൻ ആദ്യം ഹെൽപ്പറായിട്ടാണ് കയറിയത്. അപ്പോൾ ടീച്ചറിന് 500 രൂപയും ഹെൽപ്പറിന് 300 രൂപയായിരുന്നു. ഇപ്പോൾ 6500 ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷേങ്കിൽ 2025 മുതൽ ഇങ്ങോട്ട്
കേന്ദ്ര ഗവൺമെൻറ് സ്കീം നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് 2016 മുതൽ ഓണററി 16-ലെ 10 മാസത്തെ ഓണററിയം കിട്ടാനുണ്ട്. 2016-ലെ 23 മുതൽ ഇങ്ങോട്ടുള്ള 25 വരെയുള്ള ഓണററിയവും കിട്ടാനുണ്ട്. പക്ഷെ ഇപ്പം നാട്ടുകാരുടെ ഒരു സഹകരണത്തോടെയാണ് നമ്മളിത് നടത്തിക്കൊണ്ടു പോകുന്നത്. നാട്ടുകാരെ നല്ലൊരു സഹകരണത്തോടെയാണ് ഈ ക്രഷ് നടത്തിക്കൊണ്ടു പോകുന്നത്. പഞ്ചായത്തും ഇപ്പോഴും ഇടപെടുന്നുണ്ട്. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്? ഇവിടെ 38 കുട്ടികളുണ്ട് പഠിക്കുന്നത്. 38-40 കുട്ടികളോളം ഉണ്ട്. 1 വയസ്സും 2 മാസം മുതലുള്ള കുട്ടികളുണ്ട്. 2 വയസ്സിന് താഴെയുള്ള 4-5 കുട്ടികളുണ്ട്. സാധാരണ നമുക്ക് അംഗൻവാടി എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 3 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണ്. 0 to 6 ആണ്. 0 to 6 ആണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. അതിനാണ് യാതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. നമുക്കറിയാം കൃഷി എന്ന് പറയുമ്പോൾ കണ്ണപുരം കൃഷി എന്ന് പറയുമ്പോൾ കുട്ടികൾ സാംസ്കാരിക കലാരംഗത്തൊക്കെ വളരെ മികച്ച നിലവാരത്തിൽ പുലർത്തുന്ന കുട്ടികളാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന കലാപരിപാടികളിലൊക്കെ ഉത്സവങ്ങളിലൊക്കെ നടക്കുന്ന കലാപരിപാടികളിലൊക്കെ നമ്മുടെ കൃഷിയിലെ കുട്ടികൾ നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നിങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരിശീലനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു സഹായവും ഇല്ല. ഞാൻ എൻ്റെ മക്കളെ എനിക്കൊന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ മക്കളോട് ഞാൻ നീതി പുലർത്താറുണ്ട്. കാരണം അംഗൻവാടി കലോത്സവമായാലും എവിടെയായാലും ഓവറോൾ കിരീടടക്കം നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ 3 വയസ്സുള്ള മക്കളായി ഇപ്പോൾ മൊട്ടമ്പലം സ്കൂളിലൊരു പരിപാടിക്ക് 28 കുട്ടികളെ ഞാൻ ഒരുമിച്ച് സ്റ്റേജ് കയറ്റിയിട്ടുണ്ട്. കാരണം മക്കൾക്ക് അമ്മമാർക്കൊരു പരാതി വേണ്ട എന്നുള്ള രൂപത്തിലും മക്കൾക്ക് ആകെ കിട്ടുന്നൊരു അടിത്തറയായത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കിനി ഓണറേറിയം കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ മക്കളുടെ സന്തോഷമാണ്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പം എനിക്ക് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ ഈ സ്നേഹം മാത്രമാണ്. ഒരുപാട് കുട്ടികളല്ലേ നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടറേറ്റ് അടക്കം എടുത്തിട്ടുണ്ട്. PhD കഴിഞ്ഞ് അവരെ മക്കളെയും കൂടി ഞാനിപ്പം നോക്കാൻ തുടങ്ങി. എന്തായാലും അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം കേവലം ഒരു സേവനമായി മാത്രം കൊണ്ടു നടക്കുകയാണ്. തങ്കമണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം നേരത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയി നിന്ന വ്യക്തിയാണ്. ഇവരുടെ ഒരു സേവനം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധന കല്യാശ്ശേരി മണ്ഡലത്തിൽ കർശനമാക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ക്വാഡുകൾ രാവും പകലും പരിശോധന നടത്തുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന കർശനമാക്കി. കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ രാവും പകലും വാഹന പരിശോധന നടത്തുന്നുണ്ട്. യാത്രാവേളയിൽ വാഹനത്തിൽ 50,000-ലധികം തുക കൈവശം വയ്ക്കാൻ മതിയായ രേഖയുണ്ടാവണം. ഇല്ലെങ്കിൽ പണം പിടിച്ചെടുക്കും. പിന്നീട് മതിയായ രേഖകൾ കാണിച്ചാൽ തുക തിരികെ ലഭിക്കുകയും ചെയ്യും. കൂടാതെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളും മദ്യവും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയെല്ലാം പരിശോധനയ്ക്കിടെ കണ്ടാൽ പിടിച്ചെടുക്കും. സ്പെഷ്യൽ മജിസ്ട്രേറ്റ്, പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വരുന്ന അസംബ്ലി ഇലക്ഷന്റെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ എൻഫോഴ്സ് ചെയ്ത 9 ഫ്ലൈയിംഗ് സ്ക്വാഡിൻ്റെ 3ാമത് ടീമാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. ഡേ നൈറ്റ് ആയി ഷിഫ്റ്റുകളായിട്ടാണ് ഞങ്ങൾ ഈ 9 ടീം ഈ മണ്ഡലത്തിൻ്റെ സർവ്വ ഏരിയയിലും ഈ പരിശോധന, അതായത് ക്യാഷ്, ലിക്കർ, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് സംബന്ധമായിട്ടുള്ള കടത്തൽ ഇതുണ്ടോയെന്നുള്ള ഒരേ ഏരിയയും പരിശോധിച്ച് സമ്പൂർണ്ണമായി കവർ ചെയ്യുന്ന രീതിയിലാണ് ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഈ സ്ക്വാഡിനെ രൂപപ്പെടുത്തി ഈ പരിശോധനയായി മുമ്പോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം വരെ പരിശോധന തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോക നാടക ദിനത്തിൽ കരുവെള്ളൂരിന്റെ ആദ്യകാല നാടകക്കാരനായ കുഞ്ഞിരാമൻ ആശാനെ അനുസ്മരിച്ചു. കരുവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ലോക നാടക ദിനത്തിൽ കരുവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ കരുവെള്ളൂരിന്റെ ആദ്യകാല നാടകക്കാരനായ കുഞ്ഞിരാമൻ ആശാനെ അനുസ്മരിച്ചു. കരിവെള്ളൂർ കാൻഫെഡ് ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിവെള്ളൂരിന്റെ നാടക ചരിത്രത്തിലെ ആദ്യ പതികനായ ചെട്ടിവീട്ടിൽ കുഞ്ഞിരാമനാശാന്റെ സംഭവബഹുലമായ നാടക ജീവിതയാത്ര പ്രേംജിത്തും മകൻ നസീർ രാജനും ഓർത്തെടുത്തു. അതായത് കഥാപാത്രത്തോട് താരതമ്യപ്പെടാതെ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വികാരങ്ങൾ കഥാപാത്രത്തിന്റെ ഉൾക്കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്
ഏലിയനേഷൻ. പക്ഷെ ആശാൻ എന്തോ അത് പിന്തുടരാൻ ആശാൻ മെനക്കെട്ടില്ല. അതിന് പകരം ഈ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സ്റ്റാനിസ്ലോവ്സ്കിയൻ സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ ആശാൻ. പി മുരളീധരൻ കരിവെള്ളൂർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി കാങ്കോലിൽ കോക്കാട് നാരായണന്റെ ഏകപാത്ര നാടകം അരങ്ങേറി. പ്രശസ്ത സിനിമാ നടൻ പി ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി കാങ്കോലിൽ കോക്കാട് നാരായണന്റെ ഏകപാത്ര നാടകം അരങ്ങേറി. പ്രശസ്ത സിനിമാ നടൻ പി ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ ശിവൻ കാങ്കോൽ, അനിൽ പെരളം, വികേഷ് പത്മനാഭൻ, ദീപക് കാനായി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോക്കാട് നാരായണൻ രചനയും സഞ്ജയ് കൃഷ്ണൻ സംവിധാനവും നിർവഹിച്ച ഫ്രണ്ട്സ് സ്റ്റേജ് പയ്യന്നൂർ അവതരിപ്പിച്ച ഒടുക്കം നാടകം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നമ്മുടെ ജീവിതം വഴിയാണ് സഭയെ പടുത്തുയർത്തേണ്ടതെന്ന് ഡോക്ടർ അലക്സ് വടക്കുംതല. 40ാം വെള്ളിയാചരണത്തിന്റെ ഭാഗമായി പീഡാസഹന സ്മരണകളോടെ ഏഴിമല ലൂർദ് മാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ വചന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. യുദ്ധക്കെടുതികളിൽ വിഷമിക്കുന്ന കുടുംബങ്ങളെയും തൊഴിലില്ലാതെ അലയുന്ന യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. മലയടിവാരമായ കുരിശുമുക്കിലെ കപ്പേളയിൽ നിന്നും മലമുകളിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കായിരുന്നു കുരിശിന്റെ വഴി നടത്തിയത്. കാൽവരി സ്മരണകൾ ഉണർത്തുന്ന പ്രാർത്ഥനകളും ഗാനാലാപനങ്ങളുമായി നടത്തിയ കുരിശിന്റെ വഴിക്ക് കണ്ണൂർ രൂപതയിലെ സംഘടനകളും വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ വചന സന്ദേശത്തോടും സമാപന ആശീർവാദത്തോടെയുമാണ് കുരിശുമല കയറ്റം അവസാനിച്ചത്. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ എടത്തിൽ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ സത്യം സ്വയം തിരിച്ചറിഞ്ഞു. സേവന മികവിന്റെ 31 വർഷങ്ങൾ പൂർത്തിയാക്കിയ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂർ സെന്ററിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂർ സെന്ററിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമായി നിരവധി കമ്പനികൾ പങ്കെടുത്ത ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ നിർവഹിച്ചു. മാർച്ച് മാസത്തെ ജോബ് ഫെയർ ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യവുമായി വർഷങ്ങളായി നല്ല ഒരു ബന്ധത്തിൽ തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ ശങ്കരാചാര്യ എന്ന് പറയുന്നത്. വിശ്വസിച്ച് നമുക്കൊരു റിക്രൂട്ട്മെൻറ്റ് ഇങ്ങോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ആ കോഴ്സ് കഴിയുന്നത് വരെ നല്ല രീതിയിൽ ആ വിദ്യാർത്ഥികളോടുള്ള ഇടപെടലും കാഴ്ചകളും ഒക്കെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ സെന്റർ എന്ന് പറയുമ്പോൾ തന്നെ ശങ്കരാചാര്യയുടെ പേര് പറയാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ തോന്നുന്നത്. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജെയിൻ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ അനൂപ് ഫിലിപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരായ ഷൈനേഷ് കൃഷ്ണൻ, രമിത് ദിവ്യ ജയരാജ്, ടാനിയ ഷൈജു, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഹിമ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പയ്യന്നൂർ സെന്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. ശ്രീ ശങ്കരാചാര്യ പ്രിൻസിപ്പൽ ശ്രീജിത്ത് ഹരിദാസ്, പയ്യന്നൂർ സെന്റർ കോഴ്സ് കോർഡിനേറ്റർ ബബിത ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDF സഹകരണത്തോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കരിവെള്ളൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വൃത്തികെട്ട ജനവിരുദ്ധ ഭരണത്തിന്റെ ഒരു പ്രതിഫലനം പയ്യന്നൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. A മധുസൂദനൻ പയ്യന്നൂരിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയി മാറും. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് UDFന്റെ നിലപാട്. നമ്മൾ അതിനുവേണ്ടി അരയും തലയും മുറുക്കി മുന്നോട്ട് വരണം. KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി, DCC ജനറൽ സെക്രട്ടറി P ലളിത, പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലർ VKP ഇസ്മയിൽ, മണ്ഡലം UDF കൺവീനർ KPK ഹസൈനാർ ഹാജി, U ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K ദേവി, K രമേശൻ നായർ, K വിജയൻ, C ഹരിദാസ്, AV തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രമായ അറത്തിൽ ശ്രീഭദ്രപുരം ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം 2026 മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ അറത്തിൽ ശ്രീഭദ്രപുരം ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം 2026 മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെ നടക്കും. 30 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വ്യാസൻ P മണ്ണാർക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണവും അനുഗ്രഹ ഭാഷണവും ബദ്രിനാഥ് റാവൽജി ബ്രഹ്മശ്രീ അമർനാഥ് നമ്പൂതിരി നിർവഹിക്കും. തുടർന്ന് നാടകം അരങ്ങേറും. 31 വൈകിട്ട് 4 മണിക്ക് പിലാത്രയിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര പഴിച്ചിയിൽ കാവിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയുമായി ചേർന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. രാത്രി 8 മണിക്ക് തിരുവായുധം എഴുന്നള്ളിക്കൽ, തുടർന്ന് കൊട്ടിപ്പാടൽ. ഏപ്രിൽ 1 വൈകിട്ട് 4 മണി മുതൽ തോറ്റങ്ങളുടെ പുറപ്പാട്. രാത്രി 8 മണിക്ക് തിരുവായുധം എഴുന്നള്ളിക്കൽ, തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഏപ്രിൽ 2 രാവിലെ 8 മണിക്ക് വിഷ്ണുമൂർത്തി, 8:30 അറത്തിൽ ഭഗവതി, 11 മണിക്ക് ഗുരുതി സമർപ്പണം. ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നപ്രസാദ വിതരണം നടക്കും. വൈകിട്ട് 4 മണി മുതൽ തോറ്റങ്ങൾ. 10 മണി മുതൽ ശ്രീഭൂതം, കുട്ടിശാസ്തൻ, പഴിച്ചിൽ ഭഗവതി, കക്കര ഭഗവതി, കാരക്കാട്ട് ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഏപ്രിൽ 3 രാവിലെ 8 മണിക്ക് വിഷ്ണുമൂർത്തി, 8:30 അറത്തിൽ ഭഗവതി, 11 മണിക്ക് ഗുരുതി സമർപ്പണം. 12:30 മുതൽ അന്നപ്രസാദ വിതരണം. വൈകിട്ട് 4 മണി മുതൽ തോറ്റങ്ങൾ. 10 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഏപ്രിൽ 4 രാവിലെ 8 മണിക്ക് വിഷ്ണുമൂർത്തി, 8:30 അറത്തിൽ ഭഗവതി, 11 മണിക്ക് ഗുരുതി സമർപ്പണം. 12:30 മുതൽ അന്നപ്രസാദ വിതരണം. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. N ഗോവിന്ദൻ, ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, PE മധുസൂദനൻ, M സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ വീണ്ടും. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മണ്ടൂരിൽ നടന്നു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. മാരക ലഹരിമരുന്നായ MDMAയും ഹാഷിഷോയിലുമായി ദമ്പതികളടക്കം 3 പേരെ പോലീസ് പിടികൂടി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. പയ്യന്നൂരിൽ UDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ ഈ സർക്കാരിനെ താഴെയിറക്കാൻ മുന്നോട്ട് വരുമെന്ന് MK രാഘവൻ MP. പയ്യന്നൂർ മണ്ഡലത്തിൽ സമാധാനപരമായ വോട്ടെടുപ്പ് നടത്താൻ റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു ചേർത്ത സ്ഥാനാർത്ഥികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജനറൽ ഒബ്സർവർ സത്നം സിംഗ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.